ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പറയണ്ടല്ലോ, റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ പവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വണ്ടി എന്ന് വെച്ചാൽ വെർബോണിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഒരു Z1 ATP വണ്ടിയാണ്. കിടിലൻ ലുക്ക് എന്ന് വെച്ചാൽ കിടിലൻ ലുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വെർബോൺ എന്നുള്ള നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബീമോ എന്നാണ് എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. സീൻ ലുക്ക് എന്ന് വെച്ചാൽ സീൻ ലുക്ക്, ഫ്രണ്ട് ലുക്ക് ഒന്നും പറയാനില്ല ഗൈസ്. കിടിലൻ ഗ്രാഫിക്സ്. വെർബോണിൻ്റെ ടീമും കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രാഫിക്സും കാര്യം ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല ഗൈസ്. Z1 തീ തന്നെ വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ലുക്കാക്കിയിട്ടുണ്ട്. ക്യാബിനും കാര്യം ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. അപ്പോൾ ബീമോ എന്നുള്ള എഡിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽ കപ്പും കാര്യം ചെയ്തിട്ടുണ്ട്. ലിപ്പ് എന്നെല്ലാം വെച്ചാൽ സീൻ ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഗൈസ്. ഒരു ക്യാരക്ടറും എഡിഷനുമാണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. സീൻ ലുക്കായിട്ടുണ്ട്. ഞാൻ വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാം. എന്നാൽ ബാക്കിലത്തെ ഗ്രാഫ് ഒന്ന് കുറച്ചും കൂടി ലോങ് പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ എന്ന് വെച്ചാൽ സിമെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഗൈസ് അവിടെ വെച്ചേക്കുന്നത്, അതുകൊണ്ട് ശരിക്കും തിരിഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വെർബോണിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. CCTV ഏണി അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്. സീൻ ലുക്കായിട്ടുണ്ട്. ബാക്കിലും ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Z1 ഒരു പുലിയാണ് ഗൈസ് നമ്മളെ വെർബോൺ ബീമാത്ത് എന്ന് പറയുന്നത്. വെർബോണിൻ്റെ ടീമിൻ്റെ Z1 പുലി എന്ന് തന്നെ വേണേ പറയാം ഗൈസ്. കിടല ലുക്ക് എന്ന് വെച്ചാൽ കിടല ലുക്ക്. ഇപ്പുറത്തെ സൈഡ് ഇതാണ് വരുന്നത്. ഒരു സീന് ലുക്ക് ഗൈസ്, എന്താ പറയേണ്ടതെന്നില്ല, അത്രയ്ക്ക് ലുക്കാക്കി വെച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസിൻ്റെ മേലെ ഡയലോഗും കാര്യം ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെർബോൺ ടീമിൻ്റെ തന്നെ ഒരു ലോഗോ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. ഒരു കിടല ലുക്കായിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഇൻറ്റീരിയറും ക്യാബിനും കാണാം ഗൈസ്. ക്യാബിനാണ് ഇതേ ഒളിഞ്ഞു നിൽക്കുന്നു. ഇതേ ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഇൻറ്റീരിയറിലേക്ക് പോകാം. അവിടെ ക്യാമറ സെറ്റായില്ല ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും ക്യാബിൻ കാണാം. പുഷ് ബാക്ക് ആണ്. 2x2 ആണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. AC ആണ് ഗൈസ്. ഇൻറ്റീരിയറൊന്നും പറയാനില്ല ഗൈസ്. കിടിലം വെച്ചാൽ കിടിലം. സബും വോക്കലും എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം ഉണ്ട് ഗൈസ്. ഞാൻ വേണ്ടിക്ക് ഇൻസ്റ്റാ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വേണ്ട ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ വിളിക്കുക. അപ്പോൾ ഇതാണ് വെർബോണിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നേരെ ജസ്റ്റ് തിരിഞ്ഞു നോക്കാം. ഇതാണ് നോക്കി വോക്കലൊക്കെ. സബലം തീ സാധനമാക്കിയിട്ടാണ് കയറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ. അപ്പം നമുക്ക് നേരെ ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ടേക്കും പോയി നോക്കാം. ഇതാണ് വരുന്നത് അങ്ങോട്ടേക്ക് വന്നൊരു ലുക്ക് ഇതാണ് ഗൈസ്. AC ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. TVയും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത്. ക്യാബിൻ ബാക്ക് സൈഡ് ഞാൻ 2-3 വണ്ടീൻ്റെ കാണിച്ചു, അതാണ് പ്രത്യേകിച്ച് കാണിക്കാത്ത. മേലെ 2 ഫാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെർബോണിൻ്റെ ബീമാത്തിനെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ചാൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ അടുത്ത ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.